ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാർട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിരുന്നത് നമ്മുടെ ഒരു വയനാട് വണ്ടി റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് വന്നിരുന്നത്. അതിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എത്ര രൂപ ചിലവൊന്നും എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണമെന്ന്. അപ്പോൾ നമ്മൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടേ അതിൻ്റെ കീ ആണ്. നമ്മൾ RDയുടെ സെൻട്രൽ ലോക്ക് അന്ന് നമ്മൾ കാണിച്ച കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ് കീ ആണെന്ന്. കണ്ട, ഫ്ലിപ്പ് കീ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട്. നേരെ അവിടെ കൊണ്ട് കൊടുത്താൽ മതി, അവർ കയറ്റിയിട്ട് തരും. കാരണം ഒരു പിന്നാണ് കണ്ട, ഇവിടെ പിന്നടിച്ചേക്കാം, വെറുതെ പിന്ന് കയറ്റിടുന്ന പരിപാടിയാണ്. അവർ കയറ്റിയിട്ട് തന്നോളും. ഇതിന് ഒരു 200 രൂപ എങ്ങോട്ട് ചിലവ് വരുള്ളൂ ഇങ്ങനെ ചെയ്യാൻ. അതായത് ലോക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കീ സെറ്റ് കൊണ്ട് കൊടുത്താൽ അവർ കയറ്റിയിട്ട് തന്നെ അത്ര ചിലവ് വരുള്ളൂ. കോഡിങ് ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കോഡിങ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പൊട്ടിച്ച് ചിപ്പ് വയ്ക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ താക്കോലുണ്ട്. അപ്പോൾ ഈ വണ്ടിയാണ്, വണ്ടി ഇതിവിടെ കിടപ്പുണ്ട്. എന്നാൽ ഈ രീതിയിലേക്ക് നമ്മൾ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മളെല്ലാ സാധനങ്ങളും മാറിയിട്ടുണ്ട്. ആൾമോസ്റ്റ് പുതിയതാണ് എല്ലാ സാധനങ്ങളും. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും മാറിയേക്കാണ്. അപ്പോൾ ഇതിനകത്ത് കളർ നമ്മൾ മാറ്റി. കണ്ട കളർ നമ്മൾ ഒരു ഗ്രേയിഷ് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് അവസ്ഥ ആയിരുന്നത്. അപ്പോൾ കണ്ടിരുന്ന അവസ്ഥ മനസ്സിലാവുമല്ലോ, അതാണ്. ഇതിനകത്ത് നമ്മൾ അലോയ്സ് ആഡ് ചെയ്തിട്ടില്ല. അലോയ്സ് ആഡ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ വണ്ടി നമുക്ക് എടുത്തിട്ട്, അതായത് ഇത് പഴയതെടുത്തിട്ട് ക്ലിയർ ചെയ്യാൻ നേരത്ത് പുതിയ 4 ടയർ ഇട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്തായാലും പുത്തൻ ടയറാണ്. ആ ടയറങ്ങ് ഓടി തീർന്നിട്ട് നമുക്ക് അലോയ്സ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ടയർ വെറുതെ വേസ്റ്റ് ആവും. അതെന്ന് വെച്ചാൽ ഇത് 12ൻ്റെ ടയറാണ്. നമ്മളെന്തായാലും ഇനി ആഡ് ചെയ്യുമ്പോൾ 12 ഇട്ടിട്ട് കാര്യമില്ല, ഒരു 13 14 ഇങ്ങനെ മിനിമം ഇടണം. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ടയർ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഹെഡ്ലൈറ്റ് കണ്ട, ഹെഡ്ലൈറ്റ് രണ്ടും നമ്മൾ മാറ്റിക്കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വില 2080 രൂപയാണ് MGP വരുന്നത്. അത് രണ്ടും നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ, അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ ഈ വക സാധനങ്ങളെല്ലാം, അതായത് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബീഡിങ്, ഇന്നർ ബീഡിങ്, ഇങ്ങനെയുള്ള ചാനൽ ബീഡിങ്ങുകൾ എല്ലാം പുതിയതാണ്. ഇതിപ്പോൾ അവർ പോളിഷ് ചെയ്തിട്ട്, അതായത് പേസ്റ്റ് ഇട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്തിട്ട് നമ്മൾ പിന്നെ വെറുതെ വെള്ളം ഒഴിച്ച് കഴിയുള്ളൂ. അല്ലാണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഷാമ്പു അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴുകി കളഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പാടുകൾ പോവുള്ളൂ. വേണ്ട കൈയോട്ട് തുടച്ചാൽ പോവും, അത് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പുതുമ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടില്ല. കാരണം ഇവിടെ കണ്ട പേസ്റ്റിങ് ഇരിപ്പുണ്ട്, ഇന്ന് തൊട്ട് കഴിഞ്ഞാൽ കാണാം. ഇതുണ്ട്, ഈ പേസ്റ്റുകളൊക്കെ സോപ്പിട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം പോവും. അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മൾ അവസാനം ചെയ്തത് നമ്പർ പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള നമ്പർ പ്ലേറ്റ് ആണ്. അപ്പോൾ ഇത് വണ്ടിക്ക് ടെസ്റ്റ് ഉള്ള കാരണം നമ്മൾ വേറെ ചെറുതാക്കാനൊന്നും പോയില്ല. ഈ രീതിയിലുള്ള നമ്പർ പ്ലേറ്റ് നമ്മളിവിടെ അടിച്ച് കഴിഞ്ഞപ്പോൾ 650 രൂപയ്ക്കാണ് ഈ സംഭവം അടിച്ചേക്കണേ. അപ്പോൾ ഈ വണ്ടിയുടെ A to Z സാധനങ്ങൾ മാറിയിട്ടാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പഴയതെന്ന് പറയാനായിട്ട് എഞ്ചിനും അത്യാവശ്യം ബോഡികളും, ബോണറ്റെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തതാണ്, ബോഡിയൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം മാറി. ഫ്രണ്ട് വിൻഡ് ഷീൽഡ് മാറി. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് എത്ര രൂപ ചിലവ് വന്നെന്ന് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം എത്ര രൂപ വന്നെന്ന് ഈ വീഡിയോയിൽ തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വേണമെങ്കിൽ മാറിയ സാധനങ്ങളുടെ ലിസ്റ്റ് ഉൾപ്പെടെ ഒരു ഫോട്ടോസായിട്ട് കേട്ടിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ റീസ്റ്റോറേഷൻ എത്ര രൂപയാവുമെന്ന് ഉദ്ദേശം അറിയാൻ പറ്റും ഇത്ര സാധനങ്ങളൊക്കെ മാറി വരുമ്പോൾ. പാർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എൻ്റർലി മാറ്റിയിട്ടാണ് നമ്മൾ വണ്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതെന്ന് തന്നെ പറയാം. എല്ലാ സാധനങ്ങളും, സസ്പെൻഷൻ, സ്റ്റാർട്ടുകൾ, സകല സാധനം അവരും പറഞ്ഞ് വണ്ടി പക്ക ക്ലിയർ ആയിരിക്കണം. കുറേ നാളത്തേക്ക് ഓയിൽ മാത്രം മാറ്റാം ഒരു കണ്ടീഷനിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർലി കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ ഇൻറ്റീരിയർ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവറൊക്കെ അന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആകെ ഡാഷ്ബോർഡ് ഒന്ന് പോളിഷ് ചെയ്യണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കളയാൻ മാത്രമേ ഉള്ളൂ. കാരണം ഡാഷ്ബോർഡ് നമ്മൾ കുറേ അന്വേഷിച്ചു നല്ലത് കിട്ടാനായിട്ട്, അപ്പോൾ കിട്ടിയില്ല. പിന്നെ അത് കാരണം ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റി, ഇത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് ഇൻറ്റീരിയറിൽ നമ്മൾ ചെയ്തത്. പിന്നെ ഗിയർ നോബ് കേട്ടോ, ഗിയർ നോബ് ഇത് റിറ്റ്സിൻ്റെ ഗിയർ നോബാണ് കേട്ടോ. ഒരു 260 രൂപ വില വരണുള്ളൂ റിറ്റ്സിൻ്റെ ഗിയർ നോബ്. ഇതിൻ്റെ ഗിയർ നോബ് പൊട്ടിക്കിടക്കായിരുന്നു. അത് റിറ്റ്സിൻ്റെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നിയപ്പോൾ അതങ്ങ് എടുത്ത് വെച്ചു.
പിന്നെ ഈ വണ്ടി നമ്മൾ സ്റ്റോക്ക് തന്നെ മതി എന്ന് പറഞ്ഞിരുന്നു, വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തണ്ടെന്ന് പറഞ്ഞ കാരണം പിന്നെ കാര്യമായിട്ടുള്ള വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തില്ല. റീസ്റ്റോർ ചെയ്ത് വണ്ടി ഒരു നല്ലൊരു റണ്ണിങ് കണ്ടീഷനാക്കി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കാണാനും നല്ല ഫെയറാക്കി. അപ്പോൾ ഇതിനകത്ത് പിന്നെ എക്സ്ട്രാ ഫിറ്റ് ചെയ്തേക്കണമെന്ന് പറയാനായിട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കണ്ടോ നമ്മൾ സ്വിഫ്റ്റിൻ്റെ ഒരു ലൈറ്റ് അത് അവർക്ക് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അത് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 450 രൂപ വിലയുള്ളൂ ആ സ്വിഫ്റ്റിൻ്റെ അല്ല, ആക്ച്വലി സെൻറ്റിൻ്റെയാണ്, രണ്ടും ഒരേ പാർട്ട് നമ്പറാണ്. അത് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനങ്ങൾ മാറിയ സാധനങ്ങളുടെ ലിസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ പറഞ്ഞു തരാം കേട്ടോ. കണ്ടമാന സാധനങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് 1 മണിക്കൂറുണ്ടെങ്കിൽ തീരില്ല, അതിനും വേണ്ടി സാധനങ്ങൾ മാറി. നോർമലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നേക്കുന്ന ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ചെയ്ത് കഴിഞ്ഞപ്പോൾ 1,25,000 രൂപ, 1,25,000 650 രൂപ നമ്പർ പ്ലേറ്റിന് വേണ്ടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,25,000 രൂപയോളം ഇതിന് ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ മെയിനായിട്ട് പൈസ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാച്ച് വർക്കും ഡെൻറ്റിങ് ഉണ്ടായിരുന്നു, നല്ല പാച്ച് ഉണ്ടായിരുന്നു, ഡെൻറ്റിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിന് നമുക്കിവിടെ കോസ്റ്റ് വന്നത് 26,000 രൂപയാണ്. പക്ഷേ 26,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു വണ്ടി വെറുതെ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്ത് ആ പൈസയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ ഈ റീസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടി മൊത്തം നമ്മൾ സ്ട്രിപ്പ് ചെയ്തിരുന്നു, മൊത്തം അഴിച്ച് പീസാക്കി കളഞ്ഞുകൊണ്ട് ആ ഒരു പൈസയ്ക്ക് അവർ ചെയ്യാൻ പറ്റുന്നത് അവർക്ക്. കാരണം അവർ തന്നെ ഇത് സ്ട്രിപ്പ് ചെയ്ത് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ 26 രൂപയ്ക്കൊന്നും തീരില്ല. കാരണം എല്ലാ പാർട്ടും അവർ അഴിക്കണം, റീസെറ്റ് ചെയ്യണം. അതങ്ങനെ ഒഴിവായി കിട്ടി, ആ ഒരു പൈസ ഒഴിവായി കിട്ടിയോണ്ടാണ് 26,000 രൂപയ്ക്ക് ഇതിൻ്റെ പെയിൻറ്റിങ്ങും പോളിഷും എല്ലാം കൂടി തീരാനായിട്ടൊരു കാരണം കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും അത് തീരില്ല. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട 26 രൂപയ്ക്ക് പെയിൻ്റ് അടിക്കാൻ ഈ ഒരു കണ്ടീഷനിൽ പെയിൻ്റ് അടിക്കാനൊന്നും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രിപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല, നോർമലി പറ്റില്ല. നമുക്ക് മെയിനായിട്ട് വന്നത് ഇതിനകത്ത് ഒരു 9,000 രൂപയുടെ പാച്ച് വർക്കും ഇതുണ്ടായിരുന്നു, പാച്ച് വർക്കും ഡെൻറ്റ് എടുക്കലുണ്ടായി. കാരണം കംപ്ലീറ്റ് എൻ്റെ ഈ പീസ് ചളക്കായിരുന്നു, അപ്പോൾ ഡെൻറ്റ് എടുത്ത് മിഷനിൽ ഡെൻറ്റ് എടുത്തായിരുന്നു. അപ്പോൾ ഒരു 9,000 രൂപ അതിന് ചിലവ് വന്നു. പിന്നെ ഇതിന് മെയിനായിട്ട് ചിലവ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അണ്ടർ ബോഡി നമ്മൾ ചെയ്തു. പിന്നെ ചിലവ് വന്ന വിൻഡ്ഷീൽഡ് ഗ്ലാസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറി. പിന്നെ 2 ആക്സിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് രണ്ടും MGP സാധനം തന്നെ. ഒരെണ്ണത്തിന് 4,130 വന്ന്, ഒരെണ്ണത്തിന് 3,850 രൂപ വന്നു. പിന്നെ 2 ഹെഡ്ലൈറ്റ് വരുമ്പോൾ തന്നെ 4,000 രൂപ. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് കൂടുതൽ പൈസ വരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. നമ്മളിത് ചേഞ്ച് ചെയ്തു, കാരണം ആക്സിൽ ചേഞ്ച് ചെയ്യാണ്ട് നിവർത്തിയുണ്ടായില്ല. കാരണം രണ്ടിനും അടിക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു, 2 സൈഡും പോയി കിടക്കായിരുന്നു. അത് ആക്സിൽ ചേഞ്ച് ചെയ്തു. അങ്ങനെ എൻ്റർലി സാധനങ്ങൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് പൈസ വരാൻ കാരണം നമുക്ക് വിൻഡ്ഷീൽഡുമ്പോൾ തന്നെ നല്ലൊരു പൈസ പോയി, പിന്നെ ഹെഡ്ലൈറ്റുമ്പോൾ പോയി, പിന്നെ 2 ആക്സിൽ പോയി, പിന്നെ പെയിൻറ്റിങ് പോയി, പിന്നെ സ്റ്റാർട്ട് മാറി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയോണ്ടാണ് അത്ര എമൗണ്ട് വന്നേക്കണേട്ടോ. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരുവിധം നീറ്റായിട്ടുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വരില്ല. പക്ഷേ നല്ല രീതിയിൽ ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് ഇത്ര പൈസ വരും. ഇത് എഞ്ചിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആകെ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് ബെൽറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാറിക്കളഞ്ഞു. ടൈമിംഗ് ബെൽറ്റ്, ക്ലച്ച്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാറിയെങ്കിലും നമുക്കിതൊന്നും മാറേണ്ടി വന്നില്ല. വേറെ എഞ്ചിൻ ബോറിയോ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതുകൊണ്ട് എഞ്ചിൻ വർക്കിലേക്ക് അങ്ങനെ അധികം പൈസ പോയില്ല, നോർമലായിട്ടുള്ള ഒരു പൈസയെ ചിലവായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ സീറ്റ് നമ്മൾ ആൾറെഡി ചെയ്തിട്ടാണ് അത് കൊണ്ടുവന്നത്. കാരണം സീറ്റ് അത്ര മോശമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് വയനാട് നിന്ന് അവിടെ വരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സീറ്റ് ഒന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എനിക്കറിയില്ല, കാരണം അവരവിടെ തന്നെ ചെയ്ത്, ഇവിടെ വയനാട് തന്നെ ചെയ്ത്. അപ്പോൾ നമ്മൾ വയനാട് തന്നെയാണ് നിൽക്കുന്നത്, വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, വയനാട് കൊണ്ടുവന്നതാണ്. കണ്ടാൽ നമ്മൾ അന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ വന്ന കാരാപ്പുഴ ഡാമിൻ്റെ പരിസരത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരാത്തൊരു ബില്ലെന്നുള്ളത് ടയറിൻ്റെ ആണ്. ടയർ ഏതാണ്ട് 3,000 രൂപ വെച്ച് വന്നിട്ടുണ്ട്, ഏതാണ്ട് 12,000 രൂപ ടയറിന് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ ഇതുപോലെ തന്നെ മോശമായതുകൊണ്ട് വയനാട് നിന്ന് എറണാകുളം വരെ കൊണ്ടുവരാനുള്ള ഒരു കാര്യത്തിന് ടയർ മാറിയിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. അതിൻ്റെ പേരിൽ ടയറും എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടയറും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ സീറ്റ് വർക്ക് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നു 1,30, 1,32 ആ റേഞ്ചിലൊക്കെ വരും എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വണ്ടിയുടെ റീസ്റ്റോറേഷൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾ എന്തോരം വർക്ക് ചെയ്യുന്നതനുസരിച്ചിരിക്കും റീസ്റ്റോറേഷൻ്റെ ചിലവ്. നമ്മൾ കുറേ പേര് വിളിച്ചിട്ട് ചോദിക്കാണ്ട് റീസ്റ്റോറേഷൻ എത്ര രൂപ, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവരുടെ റിക്വയർമെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ പണിതേക്കണ ഏറ്റവും കൂടുതൽ വില എന്ന് പറഞ്ഞാൽ പല രീതിയാണ്. 1.5 ലക്ഷം രൂപയ്ക്ക് പണിത വണ്ടിയുണ്ട്, 4.5 ലക്ഷം രൂപയ്ക്ക് പണിത വണ്ടിയുണ്ട്. അത് ഓരോ വണ്ടി അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. നോർമൽ സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു വണ്ടി നല്ല രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് ഇത്രയും ചിലവ് വരും. ഇതിപ്പോൾ ജെല്ലിബീന് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിനൊക്കെ ഒരു 1,000 രൂപ വെച്ച് കുറയാത്രയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാ കോസ്റ്റുകളും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. അപ്പോൾ പാച്ച് വർക്കും ഡെൻറ്റിങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ മാറും. കാരണം പാച്ച് വർക്കിനും ഡെൻറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ പൈസ വന്നത്. കാരണം ഇതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ആ വീഡിയോയിലെ PC തന്നെ ഉണ്ട്, ഇത് മോൾ ഭാഗം ശരിക്കും പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ഒരു ഭാഗം മൊത്തം ഇവിടെ എന്തോ ലീക്ക് വന്നിട്ട് ഇവിടെ ഹോൾ ഉണ്ടായിരുന്നു, ഹോളിൽ കൂടി ലീക്ക് വന്നിട്ട് ഈ ഭാഗം മൊത്തം ഇത്രയും ഭാഗം മൊത്തം തുരുമ്പെടുത്ത് പോയേക്കായിരുന്നു. ഇത് കംപ്ലീറ്റ് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നു നമുക്ക്. പാച്ച് വർക്ക് ചെയ്ത് ഉള്ളൊക്കെ പോയി കിടക്കായിരുന്നു. അത് പൊളിച്ചപ്പോൾ മനസ്സിലായി വെള്ളം ലീക്കായിരുന്നു. അപ്പോൾ അത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര പൈസ വരുന്ന കേസുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നോർമൽ AC യുടെ ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വന്നു. പിന്നെ ഈ ഒരു കവൾ ഇതെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ
ഏതാണ്ട് ഒരു എനിക്ക് തോന്നുന്നത് 400 ചില്ലായിരം രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൈസ നമ്മൾ ആഡ് ചെയ്തല്ല, അതുകൂടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ മാറിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 30-ാം തീയതിയാണ് കേട്ടോ, ജൂലൈ 30-ാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് തലേ ദിവസം, അതായത് 29-ാം തീയതിയാണ് ഈ വണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഒരു എനിക്ക് തോന്നുന്നത് എത്ര മണിക്കാണ്, ഒരു 11 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് ഇനി ഒരു വണ്ടി കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ 3 പേര് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കൊറോണയുടെ പ്രശ്നം ഉണ്ട് കേട്ടോ. അത് കാരണം ഇവർ ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായ കാര്യം ഞാൻ കാണിച്ചില്ല. ചെക്കിങ്ങിൻ്റെ ഇവർ നമ്മളെ ആ ചുരം കയറി വരുമ്പോൾ എൻട്രൻസിൽ തന്നെ തടഞ്ഞിട്ട് ചോദിച്ചു എന്താണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിങ്ങനെ ഈ വണ്ടി ഇന്നമാതിരി പരിപാടിയാണ്. നമുക്ക് തെളിവുകളുണ്ട്, കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിലെ തെളിവുകൾ ഇങ്ങനെ റീസ്റ്റോറേഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് 1 വർഷത്തോളം നമ്മുടെ അടുക്ക് ഉണ്ടായിരുന്നു, കൊറോണയ്ക്ക് മുമ്പ് വന്നതാണ്. അപ്പോൾ അത് കാരണം ഇവർക്ക് ടെസ്റ്റ് ഡേറ്റ് കിട്ടി. അപ്പോൾ ഇത് കൊടുക്കുവാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ 3 പേര് വന്നത്? നമ്മൾ 2 വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുണ്ട്. ഓക്കെ, അതൊക്കെ അവർക്ക് ഓക്കെ. അത് കഴിഞ്ഞിട്ട് അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഫൈൻ അടിച്ചാൽ മതി. അപ്പോൾ അവർ കയറ്റി വിടില്ല എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോകണതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ പരിപാടിയൊന്നും മുടക്കണ്ട, പക്ഷേ ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. അങ്ങനെ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് നിങ്ങൾ പൈസ മേടിക്കുന്നത്, കൊറോണ എന്തും പറഞ്ഞാൽ പൈസ മേടിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഇതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ അങ്ങനെയാണ്, ഇങ്ങനെ കയറ്റി വിടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇവിടുത്തെ വണ്ടിയാണ്, അതായത് വയനാട് ഉള്ള വണ്ടിയാണ്, വയനാടുള്ള ആളുടെ വണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എറണാകുളത്ത് ഇവിടെ വരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, വയനാടുള്ള വണ്ടിയാണ്. പിന്നെ വയനാടുള്ള വണ്ടി വയനാട് കൊണ്ടുവരണ്ടേ, പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞാൽ ഒഫീഷ്യൽ. അപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്ക് അല്ല, ഇപ്പോൾ ഇവിടെ മെഡിക്കൽ പർപ്പസും ഒഫീഷ്യൽ പർപ്പസും. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് മാത്രമുള്ളൂ ഈ ഒഫീഷ്യൽ പർപ്പസ്, കാരണം ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഒഫീഷ്യൽ. ബാക്കി സാധാരണക്കാർ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഒഫീഷ്യലില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ വീട്ടിൽ കുത്തിയിരുന്നോളാം, ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവർ പിന്നെ തർക്കിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പോലീസുകാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, രസമാണ്. പുള്ളി പറയണത് നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, ഞങ്ങളാണ് കൊറോണ പരത്തുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കൊറോണ പരത്തിയാലും പരത്തിയില്ലെങ്കിലും ഇത് ചെയ്യണം, അങ്ങനെ തോന്നിയാസം എന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ അപ്പോൾ ഇവർ പറയും ഞങ്ങൾക്കൊന്നും ഇതില്ലേ. അപ്പോൾ നിങ്ങൾക്ക് സാലറി കിട്ടണല്ലേ, നിങ്ങൾക്ക് സാലറി കിട്ടണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ പുള്ളി പറയണേ അല്ല ആ സാലറി ഞാൻ തരാം. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്നിരുന്നോളാം, എനിക്കതാണ് എളുപ്പം, കാരണം നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ കേരളത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഇവർ അനുവദിക്കണില്ല. നമുക്ക് ഒഫീഷ്യലോ കാര്യങ്ങളൊന്നുമില്ല. അതായത് വയനാട് ഒന്ന് ആലോചിച്ച് നോക്കണം, എറണാകുളത്ത് കിടക്കുന്ന വണ്ടി ഇവിടെ ടെസ്റ്റ് ചെയ്യണം വയനാട്, അതിന് ടാക്സ് മേടിച്ച് ഒരു ഇൻഷുറൻസ് എല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട്, ടാക്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടാക്സ് എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് ഈ വണ്ടി കൂടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇവൻ നിന്ന് പറന്നു വരും, തനിയെ പറന്നു വരുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡെലിവറി, പിക്കപ്പ് ആൻഡ് ഡെലിവറി നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം ഇവിടെ നിന്ന് 2 വണ്ടി നമുക്ക് എടുക്കാനുണ്ട്. നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, അറിയാലോ, വണ്ടി റീസ്റ്റോർ ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഈ പാർട്ടിയോട് വണ്ടി അപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നവർക്ക് മനസ്സിലാവും, കാരണം നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചിട്ട് വണ്ടി തരുന്നു. ഞങ്ങളെ പറയണ ഇന്ന ആൾ വരേണ്ട വണ്ടി കൊടുത്തിടാൻ പറഞ്ഞാൽ ആരും കൊടുത്തുവിടില്ല. അപ്പോൾ ഞങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാനുണ്ട് എടുക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇത് ഒഫീഷ്യലാണ്, ഇവർക്ക് എന്താ ഇവർക്കൊരു ബോധമില്ലേ ഈ ചിന്തിക്കാനായിട്ട്. അപ്പോൾ വയനാട് വരുമ്പോൾ വരണ്ട കേട്ടോ, ഇവിടെ വരണ്ട. ഇവിടെ ആകെ കൂടി വല്ല മെഡിക്കൽ കേസ് ഒഫീഷ്യൽ, അതായത് ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രം വരാൻ പറ്റുള്ളൂ. ഇവർ ചുമ്മാ പൈസ മേടിക്കുക, ഇവർക്ക് ഏണ്ട കഴിഞ്ഞിട്ട് തന്നെയല്ല ഈ പൈസ മേടിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് 500 വെച്ചാൽ 1000 ഇത് ഇതിനകത്ത് എഴുതിയേക്കണമെന്ന് മനസ്സിലാവില്ല. അയാൾ എഴുതിയേക്കണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ എഴുതുള്ളൂ. ഇതൊക്കെ ഇവർ കൊടുക്കുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ കൊടുക്കായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് തോന്നണം ഇപ്പോൾ ആകെ കൊറോണയൊക്കെ ആയിട്ട് കേരളത്തിൽ ഗവൺമെൻറ്റിൽ പൈസ ഒന്നുമില്ല, മാക്സിമം ഇപ്പോൾ ആൾക്കാരെ പിഴിഞ്ഞ് മേടിച്ചോളാനാണ് പറഞ്ഞേക്കണതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ചോദിക്കണത് ഈ 1000 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നമ്മൾ ഇവിടേക്ക് എൻട്രി ചെയ്യാതെ കൊറോണ പ്രശ്നങ്ങൾ എൻട്രി ചെയ്യാൻ പാടില്ലെങ്കിൽ ഇവരൊന്നും ചെയ്താൽ മതിയായിരുന്നു, നമ്മളോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അവരോ നിങ്ങൾ തിരിച്ചൊന്നും പോകണ്ട, നിങ്ങൾ വന്നതല്ലേ, നിങ്ങളുടെ കാര്യം നടന്നോട്ടെ, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ചോദിക്കണത് ഈ 1000 രൂപ തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൊറോണ പോയി. പിന്നെ ഇവിടെ കൊറോണ നമ്മൾ പരത്തിയമില്ല, നമ്മളിവിടുന്ന് മേടിച്ചുകൊണ്ടും പോകില്ല. ഇതാണ് കേരളത്തിലെ അവസ്ഥ. എങ്ങനെ ജീവിക്കും, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ പറയേണ്ടതെന്ന് വിചാരിച്ചാണ്. നമ്മളൊരു വണ്ടി ഡെലിവറി ചെയ്യാൻ വന്നപ്പോൾ ഉള്ള ഒരു ചിലവാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വണ്ടി പണിയാനും കൊണ്ടുപോകാനും ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ വിട്ടാവട്ടത്ത്, അതായത് മിറ്റത്തിട്ട് പണിതിട്ട് മിറ്റത്ത് തന്നെ യൂസ് ചെയ്യണം. ഇതാണ് അവസ്ഥ. എന്നിവർ ടാക്സ് മേടിക്കുന്നതിനൊന്നും ഒരു കുറവില്ല. കാരണം ഈ വണ്ടിക്ക് ടാക്സ് അടയ്ക്കാൻ എന്നിട്ട് 1 വർഷത്തോളം കൊറോണയായിട്ട് 1 വർഷം 3 മാസം നമ്മുടെ ഇരുന്ന വണ്ടിയാണ്. ടാക്സ് അടയ്ക്കാൻ നേരത്തുണ്ടല്ലോ ഇതിൻ്റെ പ്രീവിയസ് ടാക്സ്, അതായത് മുടങ്ങിയതും ഇപ്പോഴും എല്ലാം കൂടി അവർ മേടിച്ചെടുത്ത്. അപ്പോൾ പൈസ മേടിക്കുന്നതിന് ഇവർക്ക് യാതൊരുവിധ പഞ്ഞുമില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. ഇത് പറയാൻ കാരണം എല്ലാവരും അറിയണം, പ്രതികരിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ 1000 രൂപ ഇനി തിരിച്ചു പോകുമ്പോൾ ഇത് ഞങ്ങൾ കയ്യിൽ വെച്ചിരിക്കുക.
കാരണം അത് വൈകുന്നേരം വരുന്നത് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്തൊക്കെ ഇനി ഇവർ പോകുമ്പോൾ ഇനി നമ്മളിരുന്ന് മേടിക്കും. ഇതിപ്പോൾ വരുമ്പോഴും പോകുമ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെന്താ പറയുക പാകിസ്ഥാനിലാണെന്ന് ചോദിക്കണം. എനിക്കിനിപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പാകിസ്ഥാനിലേക്കാണ് എൻ്റർ ചെയ്യണത് പൈസ മേടിക്കാനായിട്ട് വരും. അതായത് നമ്മൾ കേരളം ഒഴിച്ച് ബാക്കി സകലമാന സ്ഥലത്തും നമ്മളിപ്പോൾ ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ എന്നെ 2 ദിവസം മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ കൊറോണയുടെ ഭയങ്കര പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെയൊക്കെ കൊറോണയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിപ്പോഴും ഇത് കഴിഞ്ഞിട്ടില്ലെന്ന്. അതായത് എല്ലാം സാധാരണ നിലയിലേക്ക് എത്തി. ഇവിടെ കേരളത്തിൽ മാത്രം കൊറോണ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, പൈസ മേടിച്ചെടുക്കാനായിട്ട് കിട്ടിയേക്കുന്ന ഒരു അവസരമാണ് ഇവർക്ക്. എന്തെങ്കിലും പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ചിലപ്പോൾ മാസ്ക് ഇല്ലാന്ന് എനിക്ക് എഴുതിയേക്കുന്നത്. എനിക്കറിയില്ല എന്താണെന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവരോട് പറഞ്ഞാൽ പോലീസുകാരോട് പറഞ്ഞാൽ അതെ ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്യാമോ, ഇത് എന്തിനാണ് വേണമെന്ന്. അല്ല അത് നിങ്ങൾ ഇങ്ങനെ വന്ന് കണ്ടെയ്ൻമെൻറ്റ് സോൺ അത് ഇത് ഹൈവേലാണെന്ന് ആലോചിക്കണം. അതായത് ഒരു നാഷണൽ ഹൈവേലാണ് ഇവർ ഇമാര് തോന്നിയാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തേ നമ്മുടെ സിസ്റ്റത്തിനെയാണ് കുറ്റം പറയേണ്ടത്, പോലീസുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി അവസാനം പോലീസുകാരൻ പച്ചയ്ക്ക് പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ്, നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മോളിൽ നിന്ന് അങ്ങനെയാണ് പറഞ്ഞേക്കണേ. അതായത് എനിക്ക് തോന്നണത് പച്ചയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷൻ ഇത്ര രൂപ വെച്ച് ഉണ്ടാക്കിക്കൊള്ളണമെന്ന് എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഗവൺമെൻറ്. കാരണം ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കണമല്ല. കാരണം ഗവൺമെൻറ് ജോലിക്കാരെ സാലറി കൊടുക്കണം, ഇവരുടെ വണ്ടി ഓടേണ്ട ഡീസൽ ചിലവ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇവിടെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു രാഷ്ട്രീയം പറയട്ടെ, ഏത് പാർട്ടിയിലും കണക്കാണ്, സകലമാന ചിലവാണ്. അപ്പോൾ എനിക്ക് തോന്നണത് അതിന് വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ്റെ അടുക്കുന്ന ഒരു അതായത് ഒരു ചിലപ്പോൾ ഒരു എന്താ പറയുക പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 10 ലക്ഷം 20 ലക്ഷം എനിക്കറിയില്ല കേട്ടോ, അത് ഒഫീഷ്യലി എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവർ പറഞ്ഞാൽ അങ്ങനെയാണ്, മോളിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. യഥാർത്ഥത്തിൽ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ പറയണത് കേട്ടിട്ട് അപ്പം ഇവരെന്നെ പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കല്ല ഈ പ്രാക്കൂടം കിട്ടണമെന്ന് വെച്ചാൽ പറയാം. അവരെന്ത് ശരിയാണ്, പ്രാക്കൂടൻ അവർക്ക് കിട്ടണേ. എനിക്ക് തോന്നണത് ഒരാൾക്കാർ സന്തോഷത്തോടെ പൈസ കൊടുക്കില്ല. കാരണം നമ്മൾ ഒരു സ്ഥലം കാണാൻ വന്നു. ഇപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ വേറെ സംഭവം കൂടി ഉണ്ടായി. ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും, വയസ്സും പ്രായമൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതുങ്ങൾ വന്നിട്ട് പോലീസുകാർ സ്ട്രിക്റ്റ് ആയാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, അവർ 900 കണ്ടി എന്തോ കഥ പറഞ്ഞു, പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ശരി അവരെ വിടില്ല കേട്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോ, ഫൈൻ അടച്ചിട്ട് തിരിച്ചു പോയിക്കോ. അതിന് വേറെ 3 പിള്ളേർ ചുരം കാണാൻ വന്നതെന്നാണ് അവർ പറയുന്നത്. അവർക്ക് എന്തായാലും FIR ഇട്ട് കേസ് കൊടുത്തു. അതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ സ്ഥലം കാണാൻ പോലൊക്കെ നമ്മൾ അതിനോട് അംഗീകരിക്കണമെന്നില്ല. അപ്പോൾ ഈ 2 പിള്ളേരെ കേസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തെന്ന് എനിക്കറിയില്ല. എന്നില്ലെങ്കിൽ അവർ പൈസ കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ ഇവർ പറയണം ഒന്നില്ലെങ്കിൽ 500 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. 500ൻ്റെ കളി പറ്റും, അല്ലെങ്കിൽ 1500 ഒന്നും ഇല്ല. അതുകൊണ്ട് 500 കഴിഞ്ഞാൽ പിന്നെ നേരെ 2000-ലേക്കാണ് പോകാൻ, അല്ലെങ്കിൽ 1000 അങ്ങനെയൊക്കെ എന്തൊരു കണക്കൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞാലും ആ പിള്ളേർ ഞങ്ങൾ പോന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി സ്ലോ ആയി കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ കടന്നു പോയിട്ടുണ്ട്, ഞങ്ങൾ കണ്ടു റോട്ടിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് പറ്റി, അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി, കൊറോണയുടെ പ്രശ്നമൊക്കെ മാറി. കൊറോണയൊക്കെ അങ്ങോട്ട് മാറിയെന്ന് പൈസ കൊടുത്തപ്പോൾ എനിക്കൊന്ന് അവരിന്ന് 2000 മേടിച്ചിട്ടുണ്ടാവും. അവർ പിന്നെ പിള്ളേർ 2 കൂടെ ഇറങ്ങി വന്നല്ലേ, ഏതാണ്ട് വൈകുന്നേരം 6-6:30 സമയമായിട്ടുണ്ട്. എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് എന്തായാലും ഇവിടെ എനിക്ക് കയറിയല്ലേ പറ്റുള്ളൂ, അതിൻ്റെ പേരിൽ പൈസ കൊടുത്തിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വയനാട് വരാട്ടോ, നിങ്ങൾ വയനാട് ഫാമിലി ആയിട്ട് അല്ലാതെയൊക്കെ വരാം, കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇവിടെ ചെക്ക് പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു 1000-2000 വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കയറ്റി വിട്ടോളും. അപ്പോൾ കൊറോണയൊക്കെ മാറിയിരിക്കും. അപ്പോൾ വരണവർക്ക് വരാം. ഞാൻ പറഞ്ഞത് ലീഗലി വരാൻ പറ്റില്ല, പക്ഷേ ഇല്ലീഗലാണിത് മൊത്തം. ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പോവാം, നമ്മളെ കയറ്റി വിട്ടല്ല. ഇവർക്ക് ഇത്രയും പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. കാരണം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു നോക്കോളൂ. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു പ്രശ്നമില്ല. ഈ സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരോട് വന്ന് വണ്ടി എടുക്കാൻ പറയാം, അത് പറയാലോ. നമുക്ക് അതിർത്തിക്ക് അപ്പുറത്ത് നിൽക്കാം, ഇവിടുത്തെ ആൾക്കാരോട് വന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ പറയാം. അപ്പോൾ ഇവർ പറഞ്ഞത് അതൊന്നും വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്, ഒരു 1000 രൂപ വന്നിട്ട് നിങ്ങൾ വെക്കും. അപ്പോൾ നമ്മൾ കയറിപ്പോകുന്നത്, നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ 1000 രൂപ വണ്ടി കൊടുക്കാമല്ലോ, മറ്റേ വണ്ടി എടുക്കുകയും ചെയ്യാം. എന്ത് പറയാനാണ് നമ്മുടെ ഗതികേട്. പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 1000 കൂടി കയറും കേട്ടോ. നമ്മുടെ ഈ വണ്ടിയുടെ ചിലവിൽ 1000 കൂടി കയറും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് എന്താ പറയുക, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ എന്തൊക്കെയാണ് മാറ്റിയെന്ന്. അതിന് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ പറഞ്ഞുതരാം. ഏതാണ്ട് ഇത്രയും ചിലവ് ഈ നോർമലി ചെയ്ത് വരുമ്പോൾ വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.